എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. വെറും 4 ചേരുവകൾ മാത്രം ഉപയോഗിച്ചാണ് ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു നല്ല ക്ലീൻ ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇടുക. അടുത്തതായി നമ്മൾക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടി പൗഡറാണ്. ഈ പാക്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അത് ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അലോവേര ജെല്ല്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷമായി നമുക്ക് വേണ്ടത് 4ാമത്തെ ഐറ്റം 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് റോസ് വാട്ടർ ഒറ്റയടിക്ക് ഒഴിക്കരുത്, അത് ലൂസായി പോവും. 1 ടേബിൾ സ്പൂൺ, ഇപ്പം ഞാൻ എടുത്ത കണക്കിന് 1 ടേബിൾ സ്പൂണ് മതിയാവും. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഒരു ലൂസ് ക്രീമി ടെക്സ്ചറിലേക്ക് ആക്കിയെടുക്കുക. ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ഫേസിലോ കയ്യിലോ കഴുത്തിലോ എവിടെ വേണമെങ്കിലും നല്ലോണം അപ്ലൈ ചെയ്യുക. നല്ലോണം ഒരു ഇടവിടാതെ നന്നായി ഒരു കണ്ണും ചുണ്ടും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലായിടത്തും കഴുത്തിലും ഫേസിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യുക. ഒരുപോലെ അപ്ലൈ ചെയ്യുക. ഈ കട്ടിയിലിട്ടാൽ കൂടുതൽ റിസൾട്ട് എന്നൊന്നുമില്ല. ഇത് സാധാ നോർമൽ ഒരു ഒറ്റ ലെയർ മാത്രം ചെയ്താൽ മതി. അത് നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ, ഇതൊരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ മാത്രം മതി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. മുഖത്താണെങ്കിലും അത്ര ടൈം മതി. എന്നിട്ട് അതിന് ശേഷം വാഷ് ചെയ്ത് കളയണം. നല്ലോണം ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം വെച്ചാൽ കൂടുതൽ റിസൾട്ടൊന്നും കിട്ടൂല. അതുകൊണ്ട് ഫേസ് മുറുകുന്നതിന് മുന്നേ തന്നെ വാഷ് ചെയ്ത് കളയണം. ഇതിൻ്റെ ഉപയോഗങ്ങളെ കുറിച്ചിട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. ഇത് ഒറ്റ യൂസിൻ്റെ ലൈവ് റിസൾട്ടാണ്. ഞാനിത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു അനുഭവമാണ് കിട്ടിയത്. ഒരു 7 ദിവസമൊക്കെ ഉപയോഗിച്ച് നോക്കണം, എന്നാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് നിങ്ങളുമായി ഇത് ഷെയർ ചെയ്തത്. നിങ്ങളും തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. ചാനലിൽ ഇതുപോലെ ഒരുപാട് ബ്യൂട്ടി ടിപ്സ് ഫേസ് പാക്ക് വീഡിയോകളും ഉണ്ട്. അതൊക്കെ സമയമുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ആയിട്ട് പറയണം. ഇത് പുറത്തിറങ്ങി നോക്കുമ്പോൾ നല്ല വേറൊരു ബ്രൈറ്റാണ്, നല്ലൊരു ബ്രൈറ്റനിങ് ഉണ്ട് ഒറ്റ യൂസിൽ തന്നെ. കണ്ടില്ലേ, നല്ല ഇത് 15 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാം. പിന്നെ റോസ് വാട്ടർ ഓപ്ഷണലാണ്. റോസ് വാട്ടർ ഇല്ല എങ്കിൽ നോർമൽ വാട്ടറിലും മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. സെയിം റിസൾട്ടാണ് കിട്ടുന്നത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട് കോൺഫ്ലവറിന് പകരം അരിപ്പൊടി യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റില്ല, സെയിം റിസൾട്ട് കിട്ടണില്ല. ഒരു ക്രീമി നമ്മൾ നൈറ്റ് ക്രീം ഉപയോഗിക്കുന്ന പോലത്തെ ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടൂല. അത് ഒട്ടിപ്പിടിക്കുന്ന ഒരു അവസ്ഥ ആയിരിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ട് പുറത്ത് വെച്ചിട്ട് നോക്കി അപ്പോൾ അത് ഡ്രൈ ആയിപ്പോയി. ആ റെസിപ്പി കോൺഫ്ലവർ ആയിട്ട് മാത്രം ചെയ്യുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഏത് ഫേസ് ക്രീമും ഫേസ് പാക്കും നമ്മൾ ചെയ്യുകയാണെങ്കിലും ആദ്യം കയ്യിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഫേസിലൊക്കെ. എന്നിട്ട് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം ഫേസിലും ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യുക. എൻ്റെ സ്കിന്നിന് ഞാൻ ഏത് ടൈപ്പ് ഉപയോഗിച്ചാലും എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സ്കിന്നും നിങ്ങളെ സ്കിന്നും എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒരു 15 മിനിറ്റൊക്കെ. ഇവിടെ ഇത് അപ്ലൈ ചെയ്യുന്നവർക്കും ഒരു പ്രോബ്ലം ഉണ്ടാവാറില്ല. അടുത്ത ബ്യൂട്ടി ടിപ്സുമായി വീണ്ടും വരാം.